രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ രാവിലെ 9 മണിക്ക് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ബജറ്റിലുണ്ടാകും. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ വസതിയിൽ നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ആഷിഖ്, ഇന്നലെ ധനമന്ത്രി നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി, ഗിമ്മുകൾക്കില്ല എന്ന്. അപ്പോൾ ജനപ്രിയ ബജറ്റ് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? വലിയ പ്രഖ്യാപനങ്ങൾ, ഒരുപക്ഷെ സർപ്രൈസ് പ്രഖ്യാപനങ്ങൾക്ക് എല്ലാവിധ ചാൻസും ഉണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മിനി ബജറ്റ് അവതരിപ്പിച്ചത് നമുക്കറിയാം. വലിയ പ്രഖ്യാപനങ്ങൾ അതിലുണ്ടായിരുന്നു, സ്റ്റേറ്റ് പെൻഷനടക്കം കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് തുടർഭരണം ലക്ഷ്യമിട്ടാണ് ഇടതുപക്ഷം നിൽക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാ സജ്ജങ്ങളും അവസാനപ്പെട്ട ഒരു ആയുധം കൂടിയാണ് ഈ ഒരു ബജറ്റ്. അതിനാൽ തന്നെ ഇവിടെ ഈ ഒരു ബജറ്റിൽ നിർണായക പ്രഖ്യാപനം തന്നെയാണ് സാധ്യത. നമ്മളിപ്പോൾ ഉള്ളത് കെ.എൻ. ബാലഗോപാലിന്റെ വസതിയിലാണ്. ആ വസതിയിൽ ഇപ്പോൾ രാവിലെ ധനമന്ത്രിയുടെ വസതിയിൽ എല്ലാ ഒരുക്കങ്ങളും, രാവിലേക്കുള്ള ചില ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ധനമന്ത്രിയുടെ വാഹനമെല്ലാം നമുക്ക് ഇവിടെ കാണാം. ചെറിയ ഒരുക്കങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ പോകുന്നത്. ചെറിയ ഭക്ഷണത്തിന്റെ ക്രമീകരണം അടക്കം രാവിലെ വരുന്ന മാധ്യമപ്രവർത്തകർക്കും മറ്റുള്ളവർക്കെല്ലാം ഈ ഒരു ബജറ്റിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നിലവിൽ ഇവിടെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ബജറ്റിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രഖ്യാപനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, അതുപോലെ DA കുടിശ്ശിക വിതരണം അടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ്. അതുപോലെ ഒരു അഷ്യൂർഡ് പെൻഷൻ, പങ്കാളിത്ത പെൻഷന് പകരമുള്ള പുതിയ അഷ്യൂർഡ് പെൻഷനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾക്കും സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ക്ഷേമ പെൻഷനിൽ എത്രത്തോളം വർധനവുണ്ടാകും എന്ന് സംബന്ധിച്ചാണ്. നേരത്തെ പ്രകടന പത്രികയിൽ 2500 ആയിരുന്നു LDF സർക്കാർ പറഞ്ഞതെങ്കിൽ 2000 ആയിട്ടാണ് നിലവിൽ പെൻഷൻ ഉള്ളത്. അത് 2500 പോകുമോ, അതും കവിഞ്ഞു പോകുമോ? മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞത് അതുക്കും മേലെ എന്നാണ് ക്ഷേമ പെൻഷനെ കുറിച്ച്. അതുകൊണ്ട് 2500 മുകളിലേക്ക് ക്ഷേമ പെൻഷൻ അടക്കം വർദ്ധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്നലെ രാത്രിയും ചില സർപ്രൈസ് പ്രഖ്യാപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനം അതിവേഗ റെയിൽ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ സ്വന്തമായി റെയിലിന് പകരം ഒരു അതിവേഗ റെയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ബജറ്റിന് മുന്നേ തന്നെ സർക്കാർ ഒരു എല്ലാവരെയും ഒരു സർപ്രൈസ് നൽകി. പിന്നീട് ഇന്നലെ രാത്രി തന്നെ വയനാട്ടിലെ ദുരന്തബാധിതരുടെ മുഴുവൻ കടവും എഴുതിത്തള്ളാനുള്ള നിർണായക പ്രഖ്യാപനവും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി. ഇങ്ങനെ വലിയ രീതിയിൽ ഈ ബജറ്റിന് മുന്നേ തന്നെ വലിയ സർപ്രൈസുകൾ സർക്കാർ നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. വയോജനങ്ങൾക്കടക്കമുള്ള പ്രത്യേക പദ്ധതികൾ, ഈ യുവാക്കളെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള പ്രത്യേക പദ്ധതികൾ, ഇങ്ങനെ നിരവധി എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരെ, പൊതുജനങ്ങളെ, അടിസ്ഥാന മേഖലയടക്കം എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച വർദ്ധിക്കുന്നു. 2 ട്രില്യൺ എക്കോണമിയിലേക്ക് കേരളം പോകുന്നു എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. കേരളത്തിൻ്റെ വരുമാനം വർദ്ധിക്കുന്നു, ചെലവ് വർദ്ധിക്കുന്നു. അതിനാൽ തന്നെ കൂടുതൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിലവിൽ മന്ത്രി അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തുകയാണെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയൊരു ബജറ്റ് തന്നെയായിരിക്കും, പ്രത്യേകിച്ച് ജനപ്രിയ ബജറ്റ് തന്നെയായിരിക്കും ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇന്നലെ അടക്കം മുഴുവനും ധനമന്ത്രി നടത്തി. ഇന്നലെ അടക്കം വലിയ തിരക്കിലായിരുന്നു ധനമന്ത്രി. പ്രത്യേകിച്ച് ഈ ബജറ്റിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിയുമായി അടക്കം ചർച്ച നടത്തിക്കൊണ്ടാണ് ഒരു ഒരുക്കങ്ങളിലേക്ക് പോയത്. ഇത് മന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസ് മുറിയാണ്. അവിടെ ധനമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില അവാർഡുകളെല്ലാം ലഭിച്ചതെല്ലാം നമുക്കിവിടെ കാണാം. ഇത്തരത്തിൽ 5 വർഷം കേരളത്തിൻ്റെ ധനവകുപ്പിന് പ്രത്യേകിച്ച് വലിയ രീതിയിൽ കേന്ദ്രത്തിൻ്റേതടക്കം വലിയ അവഗണന ഉണ്ടായ ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. 2.5 ലക്ഷം കോടി രൂപയാണ് ഈ കേന്ദ്രം ഈ 5 വർഷത്തിനിടയിൽ സംസ്ഥാനത്തിൻ്റേത് വെട്ടിക്കുറച്ചതെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. ഇങ്ങനെ വലിയ രീതിയിൽ ഓരോ വർഷവും പണം വെട്ടിക്കുറച്ച് കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുമ്പോഴും കേരളം അതിജീവിച്ചു എന്നാണ് ധനമന്ത്രി എപ്പോഴും പറയാറുള്ളത്. അതിനെ ഒരു കേരള മോഡൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാനം ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇങ്ങനെ വലിയ രീതിയിൽ കേരളം സാമ്പത്തികമായി തകരുമ്പോഴും കേരളത്തിൻ്റെ ധനസ്ഥിതിയെ പിടിച്ചു നിർത്താൻ കെ.എൻ. ബാലഗോപാലിന് ഈ 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ കൂടിയാണ് സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോകുന്നത്. ഈ 5 വർഷവും ധനം പിടിച്ചുകൊണ്ട്, അതായത് സമ്പദ് വ്യവസ്ഥയെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ചട്ടക്കൂടിലായിരുന്നു ഈ ബാലഗോപാലിൻ്റെ ബജറ്റെങ്കിൽ അവസാന ബജറ്റ് ആയതിനാൽ തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് എല്ലാവിധ സാധ്യതയുമുണ്ട്. എല്ലാ ബജറ്റിലും എന്തെങ്കിലും ഒരു സർപ്രൈസ് കെ.എൻ. ബാലഗോപാൽ ഒളിപ്പിച്ച് വെക്കാറുണ്ട്. അത് ഈ ബജറ്റിലും ഉണ്ടാകും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ തന്നെ ഏതൊക്കെ മേഖലകൾ, പ്രത്യേകിച്ച് വമ്പൻ പദ്ധതികൾ എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകും. ഇന്നലെ പ്രതിപക്ഷമടക്കം വിമർശിച്ചത് 10 വർഷം LDF ഭരിച്ചിട്ടും ഒരു വൻ പദ്ധതി എന്തെങ്കിലും സർക്കാർ ഉയർത്തി കാണിക്കാനുണ്ടോ എന്നായിരുന്നു. അത്തരത്തിൽ വലിയ പദ്ധതി എന്തെങ്കിലും ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽ അല്ലാതെ മറ്റെന്തെങ്കിലും പദ്ധതികൾ സംസ്ഥാനത്തിന് പ്രഖ്യാപിക്കാനുണ്ടോ? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ
ആളുകളെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ, ആളുകളെ മുഴുവൻ ശ്രദ്ധ തിരിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ മുഴുവൻ ഈ ഇലക്ഷൻ ട്രെൻഡിനെ തന്നെ മാറ്റുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതാണ് എന്തായാലും ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ധനമന്ത്രി അവതരിപ്പിക്കുന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വസതിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾക്ക് വിവരങ്ങൾ നൽകിയത്.